പരുമല പാലത്തിലെ തിരക്ക് നിയന്ത്രിക്കുവാൻ നടപ്പാലം യാഥാർത്ഥ്യമാകുന്നു. കേരള പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിൽ പത്തനംതിട്ട റോഡ് ഡിവിഷൻ്റെ കീഴിൽ നടന്ന ഒരു പ്രത്യേക പണിയാണ് പരുമല സ്റ്റീൽ ബ്രിഡ്ജ് എന്നുള്ളത്. ഇതിന് ഏതാണ്ട് 1,56,00,000 രൂപയാണ് ഗവൺമെൻറ് ചിലവാക്കിയിരിക്കുന്നത്. ഈ പരുമല പാലത്തിൻ്റെ ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതിയിൽ സ്റ്റീൽ ബ്രിഡ്ജ് നിർമ്മിച്ച് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശം. പരുമല തീർത്ഥാടകരെ, അതോടൊപ്പം തന്നെ പമ്പ ദേവസ്വം കോളേജിലെ കുട്ടികളെ, അതുപോലെ തന്നെ സെൻറ്റ് ഗ്രിഗോറിയസ് മിഷൻ ഹോസ്പിറ്റലിൽ വരുന്ന ജനങ്ങളെ, ഇവർക്കൊക്കെയും ഈ ഇടുങ്ങിയ പാലം ഒട്ടേറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ കാൽനടക്കാർക്ക് ഒരു ശാശ്വത പരിഹാരം എന്ന വണ്ണമാണ് ഇരുവശങ്ങളുമായി ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. ഈ പ്രവൃത്തിയോടൊപ്പം തന്നെ ഈ പാലത്തിൻ്റെ ഇടുങ്ങിയ അപ്രോച്ചുകൾ വീതി കൂട്ടുന്ന ഒരു പദ്ധതി ഇതോടൊപ്പം തന്നെയുണ്ട്. അങ്ങനെ ഏതാണ്ട് കേവലം 6 മീറ്റർ മാത്രം വീതി ഉണ്ടായിരുന്ന അപ്രോച്ച് റോഡുകൾ ഇപ്പോൾ ഏതാണ്ട് 16 മീറ്ററിൽ പരം വീതിയിൽ നിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് സാധിച്ചിട്ടുണ്ട്. ഇത് പൂർണ്ണമായും ജോലികൾ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ പോലും തീർത്ഥാടകർക്ക് സൗകര്യാർത്ഥം ഈ തീർത്ഥാടന കാലത്ത് ഈ നടപ്പാലം തീർത്ഥാടകർക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും വീണ്ടും ഇതിൻ്റെ കുറച്ച് പണികൾ അവശേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പെയിൻറ്റിങ് ജോലികൾ പൂർണ്ണമായിട്ടില്ല. അതോടൊപ്പം തന്നെ അപ്രോച്ച് റോഡിൻ്റെ പണികൾ പൂർത്തിയായിട്ടില്ല. അവ ഏതാണ്ട് 3 ആഴ്ചക്കകം പൂർത്തീകരിക്കുകയും ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് ഈ പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചു കൊടുക്കാവുന്നതാണ്. പരുമലയിൽ നടപ്പാത വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഈ ആവശ്യം ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണ്. പരുമലപ്പള്ളി, പനയന്നാർകാവ് ദേവീക്ഷേത്രം, സെൻറ്റ് ഗ്രിഗോറിയോസ് വാസ്കുലർ സെൻറ്റർ, സെൻറ്റ് ഗ്രിഗോറിയോസ് മിഷൻ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലേക്ക് ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങളും കാൽനടയാത്രക്കാരും കടന്നു പോകുന്ന പരുമലപ്പാലത്തിൻ്റെ ഇരുവശങ്ങളിലും നടപ്പാത വേണം എന്ന ആവശ്യം വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഉയർന്നതാണ്. എന്നാൽ മാറി മാറി വന്ന സർക്കാരുകൾ ഈ ആവശ്യം വേണ്ടത്ര പരിഗണിച്ചില്ല. എന്നാൽ ഇപ്പോൾ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കാലത്ത് മുൻകൈയെടുത്ത് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായി. നടപ്പാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിലും ഔദ്യോഗികമായ ഉദ്ഘാടനം നവംബർ അവസാന വാരത്തിലേ ഉണ്ടാവുകയുള്ളൂ. എങ്കിൽ പോലും പരുമല തീർത്ഥാടകർക്ക് പാലം തുറന്നു കൊടുക്കുന്നതിനുള്ള ശ്രമത്തിലാണ് അധികൃതർ. പരുമലയിൽ നിന്നും ശക്തി ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പ്രണവ് മണിക്കൊപ്പം ഡൊമിനിക് ജോസഫ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.